ഹായ് സ്റ്റുഡൻസ്. അപ്പൊ നമ്മൾ ഡെസിമൽ ഫോംസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എന്തായിരുന്നു ഡെസിമൽ ഫോംസിൽ പഠിച്ചത്? ഒരു ഫ്രാക്ഷനെ അതിന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ ഫോംസിലേക്ക് മാറ്റാൻ പഠിച്ചായിരുന്നു. എങ്ങനെയായിരുന്നു മാറ്റിയത്? ആ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററിനെ 10 അതിന്റെ പവേഴ്സോ ആക്കി മാറ്റുക. അപ്പൊ അങ്ങനെ 10 അതിന്റെ പവേഴ്സോ ആക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡെസിമൽ ഫോംസ് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ എല്ലാ ഫ്രാക്ഷനിലും നമ്മൾ ആ പറഞ്ഞ രീതി അപ്ലൈ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് ഡിനോമിനേറ്ററിൽ ചില പർട്ടിക്കുലർ നമ്പേഴ്സ് വന്നാൽ മാത്രമേ 10ന്റെ പവേഴ്സിലേക്ക് മാറ്റാൻ പറ്റൂ. മെജോറിറ്റി 10ന്റെ പവേഴ്സിലേക്ക് മാറ്റാൻ പറ്റാത്തതാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത എക്സാമ്പിൾസ് എല്ലാം 10ന്റെ പവേഴ്സിലേക്ക് മാറ്റാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്നാൽ എല്ലാ ക്വസ്റ്റ്യൻസും അങ്ങനെ ചെയ്യാൻ പറ്റണമെന്നുണ്ടോ? ഇല്ല. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ 1/3 ആണ് ചെയ്യുന്നിരിക്കട്ടെ. 3 ഇനി ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 10ന്റെ പവർ ആക്കി മാറ്റാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ ഡെസിമൽ ഫോം ആ രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ എളുപ്പമുള്ള മെത്തേഡ് ഉണ്ട്, ലോങ് ഡിവിഷൻ മെത്തേഡ്. പക്ഷേ ആ ലോങ് ഡിവിഷൻ മെത്തേഡ് അല്ല നമ്മുടെ ടെക്സ്റ്റിനകത്ത് പറയുന്നത്. കുറെ സ്റ്റെപ്പ് ആയിട്ട് ഒരു പാറ്റേൺ പോലെ ചെയ്തു പോകുന്ന രീതിയാണ്. നമുക്ക് ഇന്ന് അതാണ് പഠിക്കാനുള്ളത്. ഓക്കെ, എങ്കിലും ആ ലോങ് ഡിവിഷൻ മെത്തേഡ് നമുക്ക് അത് വളരെ എളുപ്പമാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഡിവിഷൻ ചെയ്യാൻ അറിയാവുന്ന സ്ഥിതിക്ക് നമുക്ക് എളുപ്പം അത് തന്നെയാണ്. അത് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞേക്കാം. എങ്ങനെയാണ്? 1/3 ആണ്. 1 3 ഇല്ല, അപ്പൊ 0 ടൈംസ് ആണ്. അപ്പൊ നമുക്ക് ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര വേണമെങ്കിലും സീറോസ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 0 ടൈംസ് 0 റിമൈൻഡർ 1. 10 3 ടൈംസ് ആണ്. 9 റിമൈൻഡർ 1 അഗൈൻ 10 3 ടൈംസ് 9 റിമൈൻഡർ 1 10 3 ടൈംസ്. ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. അപ്പോ നമുക്ക് എന്ത് എഴുതാം? therefore 1/3 is equal to 0.3333 etc. 1/3 is equal to 0.333 etc. എന്ന് നമുക്ക് എഴുതാം. ഓക്കെ ആണോ? അപ്പൊ ഇതാണ് നോർമൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഇത് തന്നെ നമുക്ക് ഒരു പാറ്റേൺ ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാം അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. ഈ 1/3 തന്നെ നമുക്ക് നോക്കാം. നമുക്ക് അറിയാലോ ആൻസർ 0.333 ആണെന്നറിയാം. നമുക്ക് ഡിവിഷൻ മെത്തേഡ് ആണ് ശരിക്കും എളുപ്പം. പക്ഷെ നമുക്ക് ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് നമ്മുടെ സിലബസിൽ പറയുന്നതല്ല, മറ്റൊരു രീതിയാണ്. അപ്പൊ നോക്കാം. 1/3 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ, ഇതിന്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വാല്യൂവിന് ചേഞ്ച് വരത്തല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാനൊരു സെപ്പറേറ്റ് ഫോമിൽ എഴുതുക. ഞാൻ 1/3 10/3 into 1/10 എന്ന് എഴുതി. ഇതെങ്ങനെ എഴുതി? ഞാനൊരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു. ഓക്കെ ആണല്ലോ? അപ്പോ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്തപ്പോ എനിക്ക് കിട്ടിയ എന്താ? 10/3, ഇവിടെ 1/3. അപ്പോ ഈ 10ഉം 10 കൂടെ ക്യാൻസൽ ചെയ്താൽ വീണ്ടും 1/3 തന്നെ കിട്ടും. ഓക്കെ ആണല്ലോ? നിങ്ങളിപ്പോ ആദ്യം നിങ്ങൾക്ക് ഇത് ചെയ്തു തരാൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് കാണും. അപ്പൊ നിങ്ങളെ ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. അപ്പൊ ആ 10/3, അപ്പൊ അതിനെ എന്ത് ചെയ്തു? 10/3 into 1/3. കാര്യം 0 ക്യാൻസൽ ചെയ്ത. അപ്പൊ 10 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു. അല്ലെങ്കിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാം. ഓക്കെ, ഇങ്ങനെയാണ്. ഇതിൽ 10/3 നമുക്കൊന്ന് ചെയ്തു നോക്കാം. കമ്പാരിറ്റീവ്ലി കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്കിത്. ആ 10/3 ഒന്ന് ചെയ്ത് നോക്കാം. 10/3 അത് 3 9 റിമൈൻഡർ 1. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം അതിനെ? 3 പ്ലസ് 1/3 എന്ന് എഴുതാം. ഓക്കെ, കോഷ്യന്റ് 3 പിന്നെ റിമൈൻഡർ 1/3 ഇൻറ്റു പുറത്തെന്ത് കുഴപ്പമുണ്ട്? ഒരു 1/10. ശ്രദ്ധിച്ചിരുന്നാലേ നമുക്കത് കിട്ടത്തുള്ളൂ. അടുത്ത സ്റ്റെപ്പില് ഈ 1/10ഉം 3യും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോ നമ്മളിപ്പോ a പ്ലസ് ബി ഇൻറ്റു സി എന്നൊരു ഫോമിലാണെങ്കിൽ c ഇൻറ്റു a ഇൻറ്റു സി ചെയ്യണം, b ഇൻറ്റു സി ചെയ്യണം. അതുപോലെ 1/10 കൊണ്ട് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. അപ്പൊ 3 ഇൻറ്റു 1/10 എത്ര കിട്ടും? 3/10 എന്ന് കിട്ടും. പ്ലസ് ഇതാണെങ്കിലോ 1/30 എന്നും കിട്ടും. 3 ഇൻറ്റു 1/10 3/10. ഇതാണെങ്കിലോ 1/30 എന്നും കിട്ടും. 1/3 is equal to ഇങ്ങനെയാണ് കിട്ടിയത്. ഓക്കെ, ഞാൻ അതിന് 3/10നെ ഇങ്ങ് ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ 1/3 മൈനസ് 3/10 is equal to 1/30. ഇതവിടെ നിൽക്കട്ടെ. നമുക്ക് കിട്ടിയ ഒരു റിലേഷൻ നമ്മൾ 10ന്റെ ഫോമിൽ എഴുതിയപ്പോൾ കിട്ടിയ ഒരു റിലേഷൻ ഞാൻ തൽക്കാലം ഇപ്പോ അത് സൈഡിലോട്ടൊന്ന് മാറ്റി എഴുതു. അപ്പൊ എങ്ങനെയാണ് ഈ സ്റ്റെപ്പ് വന്നതെന്നുള്ളത് കിട്ടിയല്ലോ. നമ്മൾ 10 ബേസ് ആക്കി 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയപ്പോ കിട്ടിയതാണ് 1/3 മൈനസ് 3/10 ഈക്വൽ ടു 1/30. ഇതവിടെ നിൽക്കട്ടെ. ഇനി ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ ഇതേ 1/3 നമ്മൾ 2-3 സ്റ്റെപ്പ് ചെയ്ത് നോക്കണം കേട്ടോ. ഇവിടെ ഇതിനേക്കാളൊക്കെ മുൻപ് നമുക്ക് ലോങ് ഡിവിഷൻ മെത്തേഡിൽ ആൻസർ കിട്ടുന്നതാണ്. പിന്നെ ഈ പാറ്റേൺ ഉപയോഗിച്ച് ചെയ്യണം എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ ആ രീതി ചെയ്യാം. 1/3
നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ എഴുതും? 100/3. കുറെ ചെയ്ത് വരുമ്പോഴേ നിങ്ങൾക്ക് ഇത് കിട്ടത്തുള്ളൂ. 100/3 ഇൻറ്റു 1/100. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്ത 100ഉം ഇതിലൂടെ ക്യാൻസൽ ചെയ്ത് 1/3 തന്നെ കിട്ടും. ഓക്കെ ആണല്ലോ. 100/3 ഒന്ന് ചെയ്ത് നോക്കുക. 100/3 എന്ന് പറയുമ്പോൾ എത്രയാ? 100നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 3 ടൈംസ് 9 റിമൈൻഡർ 1 10 3 ടൈംസ് 9 റിമൈൻഡർ 1 റിമൈൻഡർ എടുത്ത് നിർത്തും. അപ്പൊ 33 റിമൈൻഡർ എത്രയാ? 1 അല്ലേ? അപ്പൊ എങ്ങനെ എഴുതും? 33 പ്ലസ് 1/3 എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. 33 പ്ലസ് 1/3 ആണ് എന്ന് പറയുന്നത് 10/3 എന്ന് പറയുന്നത് 100/3 എന്ന് പറയുന്നത് ഇൻറ്റു 1/100. ഇനി ഇതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ 33 ഇൻറ്റു 1/100 എത്ര കിട്ടും? 33/100 അല്ലെ? അങ്ങനല്ലേ? 33 ഇൻറ്റു 1/100 എന്ന് പറയുമ്പോ എത്രയാ? 33 ഇൻറ്റു 1 33, ദെൻ ഡിനോമിനേറ്ററിൽ എത്ര ചെയ്യുന്നുണ്ട്? 100. ഇനി 1/3 ഇൻറ്റു 1/100 എത്ര കിട്ടും? 1 ഇൻറ്റു 1 1 3 ഇൻറ്റു 100 300. ഇതിപ്പോ 1/3യുടെ വാല്യൂ കിട്ടിയത്. ആ 33/100നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ 1/3 മൈനസ് 33/100 ഈക്വൽ ടു 1/300. ഇത് നമുക്ക് കിട്ടിയ രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇതവിടെ നിൽക്കട്ടെ. ഇത് നമുക്ക് ഒരു സ്റ്റെപ്പോടെ നോക്കാം. ശരിക്കും ഒരു സ്റ്റെപ്പോടെ ചെയ്താൽ നിർത്താം. ചിലതിനൊക്കെ നമുക്ക് അതിൽ കൂടുതൽ വേണ്ടി വരും കേട്ടോ. 1/3 മൈനസ് 33/100 ഈക്വൽ ടു 1/300. നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടെ എഴുതിയിട്ട് ഒരെണ്ണം നമുക്ക് ജസ്റ്റ് ലോജിക്കലി നമുക്ക് സിമിലർലി ഇട്ട് അങ്ങ് എഴുതാം. ഇനി ഇതേ 1/3 നമ്മൾ ഇതേ സ്റ്റെപ്പ് ഇതിനകത്ത് തന്നെ മാറ്റം വരുത്തുകയാണെങ്കിൽ 1/3 1000 കൊണ്ടാണെങ്കിലോ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ. ബാക്കി സ്റ്റെപ്പുകള് ഇവിടെ ഇപ്പൊ സെയിം ആയിട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റും. പക്ഷെ എല്ലായിടത്തും അങ്ങനെ മാറ്റാൻ പറ്റണമെന്നില്ല. ബാക്കി ഞാൻ ഇതേപോലെ ചെയ്യുന്നു. അപ്പൊ 1000നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എത്ര കിട്ടും? 3 9 റിമൈൻഡർ 1 10 3 9 റിമൈൻഡർ 1 10. ഇവിടെ 3യും 10 ഒക്കെ ആയത് 1/3 ഒക്കെ ആയതുകൊണ്ടാണ് എല്ലാം ഒരുപോലെ വരുന്നത്. എല്ലായിടത്തും അങ്ങനെ വരണമെന്നില്ല കേട്ടോ. റിമൈൻഡർ 1. അപ്പൊ എന്ത് കിട്ടും? 333 പ്ലസ് 1/3 ഇൻറ്റു 1/1000. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 333/1000 പ്ലസ് 1/3 ഇൻറ്റു 1000 3000. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? 1/3 മൈനസ് 333/1000 ഈക്വൽ ടു 1/3000. ഓക്കെ ആണോ? ഇതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ലാസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ അതുകൂടെ അങ്ങ് എഴുതുന്നു. 1/3 മൈനസ് 333/1000 ഈക്വൽ ടു 1/3000. ഓക്കെ ആണോ? അടുത്ത അപ്പൊ ഇതേ ഫോർമുല വരുന്നെങ്കിൽ അടുത്ത ഞാൻ വെറുതെ അങ്ങ് എഴുതാണ്. 1/3 മൈനസ് അടുത്ത എന്തായിരിക്കും? 3333/10,000 ഈക്വൽ ടു 1/30,000. ഈ ഫോമിൽ ഇങ്ങനെ വരും. ഇപ്പോഴും നിങ്ങൾ ചിന്തിക്കും ഇങ്ങനൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഈ ഡെസിമൽ വാല്യൂ കണ്ടുപിടിക്കാൻ പോകുന്നത്? ഇനിയാണ് നമ്മൾ ഇതിനകത്തെ കുറച്ച് ലോജിക്കൽ ഉൾപ്പെടെയുള്ള കുറച്ച് റൂൾസ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. 1/30 ഇപ്പൊ നിങ്ങൾക്ക് നോക്കുമ്പോ ഇവിടെ അറിയാം 1/30 1/300. ഇവിടെ ഈ ന്യൂമറേറ്ററിനെ അപേക്ഷിച്ച് ഇവിടെ ഡിനോമിനേറ്റർ എന്ത് ചെയ്യണം? വളരെ വലുതാണ് അല്ലെ? ന്യൂമറേറ്ററിനേക്കാൾ. പക്ഷെ ഇവിടെ ഒന്നും ആ ചേഞ്ച് വരുന്നില്ല, വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. പക്ഷെ ഇവിടെ ന്യൂമറേറ്ററിനെ അപേക്ഷിച്ച് ഡിനോമിനേറ്റർ വലുതാണ്. ഒരു ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ വലുതാകും തോറും ഫ്രാക്ഷൻ എന്ത് സംഭവിക്കും? അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം. ഫ്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ 1/30 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കേക്ക് ആണെന്നിരിക്കട്ടെ. ആ കേക്കിനെ 30 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനകത്ത് ഒരു പാർട്ട്. അപ്പൊ 1/30,000 അതേ കേക്കിനെ 300 തുല്യ ഭാഗമാക്കിയതിനകത്തെ ഒരു ഭാഗം. അപ്പോ ഡിനോമിനേറ്റർ അപ്പൊ 30 ഭാഗമാക്കിയതിനകത്തെ ഒരു ഭാഗമാണോ, 300 ഭാഗമാക്കിയതിനകത്തെ ഒരു ഭാഗമാണോ, 30,000 ഭാഗമാക്കിയതിനകത്തെ ഒരു ഭാഗമാണോ വലുതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം 30 ഭാഗത്തിനകത്തെ ഒന്നാണ്. 30,000 ആക്കുമ്പോ എന്ത് സംഭവിക്കും? അത് എന്ത് ചെയ്യുന്നുണ്ട്? തീരെ ചെറുതായിപ്പോ അല്ലെ? 3 ലക്ഷം ആകുമ്പോഴോ അത് പിന്നെയും ചെറുതാകത്തേ ഉള്ളൂ അല്ലെ? അപ്പോ ഡിനോമിനേറ്റർ വലുതാകും തോറും ഫ്രാക്ഷൻ ചെറുതാകുകയാണ്. ചെറുതാകുന്ന വെച്ച് കഴിഞ്ഞാല് അത് തീരെ ചെറുതായി എങ്ങോട്ട് എടുക്കും? 0 എടുക്കും. നിങ്ങൾക്ക് തന്നെ അറിയാം. ഇപ്പൊ ഞാൻ 1/10 എന്ന് പറയുന്നത് 0.1. 1/100 ആണെങ്കിലോ 0.01 ആണ്. 1/1000 ആണെങ്കിലോ
0.001 ആണ്. 1/10,000 ആണെങ്കിലോ 0.0001 ആണ്. അല്ലെ? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സീറോയുടെ വളരെ അടുത്ത് നിൽക്കുന്ന വാല്യൂസ് ആണ്. 1/10 ചെറുതാണ് 1/30, 1/100 ചെറുതാണ് 1/300, ഇതിനേക്കാൾ ചെറുതാണിത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിനേക്കാട്ടിലും ചെറുതാണ് 1/30,000 എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോ ഇതിനകത്തെ പ്രശ്നം ഞാനിപ്പോ നോക്കുകയാണ് 1 അല്ലെങ്കിൽ ഇവിടെ 0 ഇവിടെ 1 എടുത്തു. നമ്മള് ആദ്യത്തെ 0.1 എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം. ഇവിടെ ഇപ്പോ 0.5 വരും. ഇവിടെ 1 2 3 4. 0.1 എവിടെയാന്ന് വെച്ചാൽ നമുക്കറിയാം ഇവിടെയാണ് 0.1. 0.01 ആണെങ്കിലോ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ആ ഭാഗത്തെ വീണ്ടും 10 ഈക്വൽ പാർട്സ് ആക്കിയത് ഒരു പാർട്ട്. അപ്പൊ ഇവിടെ വരും 0.001. സോറി 0.1. ഇനി 0.01 ആണെങ്കിലോ അതിനിടയ്ക്കുള്ള ഗ്യാപ്പ് നമുക്കിനി വരയ്ക്കാൻ പോലും ഇവിടെ പറ്റത്തില്ല. അപ്പോ അത്രയും ചെറുതാണ് വെച്ചാൽ വീണ്ടും 0 എടുത്തോണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ വാല്യൂസ് ഒക്കെ ശരിക്കും ഇതിനോട് അടുത്തിരിക്കുകയാണ്, 0 എടുക്കുകയാണ്. അപ്പൊ ഇത്രയും വാല്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്? 0 എടുക്കുക. എന്നെ തുല്യം കഴിഞ്ഞാൽ 1/30, 1/300, 1/3000, 1/30,000 തുടങ്ങിയ വാല്യൂ ഒക്കെ ശരിക്കും എന്തിനോട് അടുത്ത് നിൽക്കുന്ന വാല്യൂസ് ആണ്? 0 അടുത്ത് നിൽക്കുന്ന വാല്യൂ വെച്ചാൽ 0യുടെ വളരെയധികം അടുത്ത് നിൽക്കുന്ന 0 ആണെന്ന് വരെ നമുക്ക് തോന്നുന്ന രീതിയിലുള്ള വാല്യൂ. അപ്പൊ സപ്പോസ് ഇതങ്ങ് 0 ആണെന്നിരിക്കട്ടെ. ഇത് 0 ആണെങ്കിൽ രണ്ട് വാല്യൂസ് x മൈനസ് y ഈക്വൽ ടു 0 ആണ്. നമ്മൾ ആ മൈനസ് വൈ ഇപ്പുറത്ത് എന്തോ പ്ലസ് വൈ ആവത്തില്ലയോ? അപ്പൊ x ഈക്വൽ ടു 0 പ്ലസ് വൈ എന്നുവെച്ചാൽ x ഇസ് ഈക്വൽ ടു y. അപ്പൊ രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസ് 0യുടെ അടുക്കണമെങ്കിൽ അല്ലെങ്കിൽ 0 ആകണമെങ്കിൽ എന്തായിരിക്കും കണ്ടീഷൻ? ആ രണ്ട് നമ്പേഴ്സും ഈക്വൽ ആകണം. അപ്പൊ ഇതിന്റെ വാല്യൂ 0യുടെ അടുക്കെന്ന് വെച്ചാൽ ഈ വാല്യൂസും വളരെ അടുത്ത് നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ 1/3യുടെ അടുത്ത വാല്യൂസ് ആണ് ഇത്, അല്ലെങ്കിൽ 1/3യുടെ അടുത്ത വാല്യൂസ് ആണ് ഇത്. അപ്പൊ ഇത് 0യുടെ അടുത്ത് നിൽക്കുകയാണ്, അതിനേക്കാൾ കുറച്ചും കൂടെ 0യുടെ അടുത്ത് നിൽക്കുകയാണ് ഇത്. എന്ന് പറഞ്ഞാൽ 1/3 കൂടെ കുറച്ചും കൂടെ അടുത്ത് നിൽക്കുകയാണ് ഏതാ? ഈ പറഞ്ഞ വാല്യൂസ്. അപ്പോ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം ഈ വാല്യൂസ് എല്ലാം ഈ 3/10, 33/100, 333/1000, 3,333/10,000 തുടങ്ങിയ വാല്യൂസ് എല്ലാം അപ്പൊ എന്തിനോട് അടുത്ത് നിൽക്കുക? 1/3 അടുത്ത് നിൽക്കുക. അപ്പൊ കുറച്ചുകൂടി ഇങ്ങോട്ട് വെച്ചാൽ ഇത് ശരിക്കും 1/3യുടെ വാല്യൂ ആയിട്ട് അങ്ങ് മാറും. അപ്പോ ഇത് 0യുടെ അടുക്കുന്നത്. അപ്പൊ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ വാല്യൂ 0യുടെ അടുക്കും തോറും ഇവിടെ വരുന്ന നമ്പേഴ്സ് ഈ ഫ്രാക്ഷനോട് ഈക്വൽ ആവുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ ഫ്രാക്ഷന്റെ വാല്യൂസ് ആണ് ഇത്. എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ഇതെന്ന് പറയുന്ന ആദ്യത്തത് 0.3, അടുത്താണ് 0.33, അടുത്തത് 0.333 അല്ലെ? ഇത് നമുക്ക് ഡിനോമിനേറ്റർ 10ന്റെ പെർസെന്റ് എളുപ്പം എഴുതാം. ഇവിടെയാണെങ്കിലോ 0.3333 അല്ലെ? ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണെങ്കിൽ 333 എക്സെട്ര. അപ്പൊ കുറച്ചും കൂടെ 0 എടുത്തോണ്ടിരിക്കും മറ്റേ വാല്യൂ. അപ്പൊ ഇതാണെങ്കിൽ കുറച്ചും കൂടെ 1/3 എടുത്ത് നിൽക്കും. അപ്പൊ ഇവിടെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. therefore 1/3 ഈക്വൽ ടു 0.333 എക്സെട്ര. ഇങ്ങനെ പോകുന്ന വാല്യൂസ് ആണ്. നിങ്ങൾക്ക് ചിന്തിക്കാം എന്തിനാണ് നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെടുന്നത്. പക്ഷെ നമ്മുടെ ടെക്സ്റ്റിലെ സിലബസിൽ ഇങ്ങനെ പറയുന്നത് കൊണ്ട് നമ്മൾ ഈ പാറ്റേണിൽ തന്നെ ചെയ്തു പോകണം. ഓക്കെ ആണല്ലോ? ഇത്രയൊന്നും ബുദ്ധിമുട്ടാണ്. നമുക്ക് ഡിവിഷൻ മെത്തേഡ് ചെയ്യാവുന്നേ ഉള്ളായിരുന്നു. പക്ഷെ നമുക്കിപ്പോ ഈ ഒരു രീതി ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇത്രയേ ഉള്ളൂ. ആ ചെയ്യുന്ന മെത്തേഡ് ഒന്ന് ഓർത്തിരിക്കുക. അവിടുന്ന് കിട്ടുന്ന വാല്യൂസിനകത്ത് ഇപ്പൊ നമുക്ക് കിട്ടിയ റൈറ്റ് സൈഡിലെ വാല്യൂസ് എല്ലാം സീറോസിനോട് അടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലെ രണ്ട് വാല്യൂസ് ഈക്വൽ ആയിട്ട് വരും. ഇവിടെ ഒരിടത്തെല്ലാം 1/3 ആണ്. അപ്പൊ ഈ ചേഞ്ച് ഇത് മാക്സിമം സീറോസ് അടുക്കാന്ന് വെച്ചാൽ ഈ ഓരോ വാല്യൂസും 1/3 അടുത്തോണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ വാല്യൂസ് ആണ് ശരിക്കും 1/3യുടെ വാല്യൂ ആയിട്ട് വരുന്നത്. പിടി കിട്ടുന്നുണ്ടോ? നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്ത് നോക്കാം. അപ്പോഴേ കുറച്ചുകൂടെ ക്ലിയർ ആവുന്നത്. ഇപ്പോ നമ്മള് 1/6 ഒന്ന് ചെയ്ത് നോക്കാം. 1/6ന്റെ വാല്യൂസ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മൾ വീണ്ടും ആദ്യം തുടങ്ങി 1/6 എങ്ങനെ എഴുതാം? അത് 10 പിന്നെ 100 പിന്നെ 1000 ഇങ്ങനെ ചെയ്ത് നോക്കുന്നത്. 10 കൊണ്ട് ചെയ്തു. അപ്പൊ എത്രയാ? 10/6 ഇൻറ്റു 1/10 എങ്കിലല്ല ഇത് രണ്ടുകൂടെ ക്യാൻസൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഒരു 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ 1/10 അതുപോലെ നിൽക്കട്ടെ. ബാക്കി ഇതിനെ മൊത്തത്തിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1/6നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 10/6. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ 10/6 ഒന്ന് ചെയ്ത് നോക്കാം. എത്രയാ 10/6 എന്ന് പറഞ്ഞാൽ 1 6 റിമൈൻഡർ 4. ഓക്കെ ആണല്ലോ? അപ്പൊ എത്ര കിട്ടും? 1 + 4/6. 4/6നെ വേണമെങ്കിൽ റെഡ്യൂസ് ചെയ്ത് എഴുതാൻ തൽക്കാലം ഞാൻ എഴുതുന്നില്ല. ഇൻറ്റു 1/10. പിന്നെ എങ്ങനെ എഴുതാം? ചെയ്യുമ്പോഴ
1/10 പ്ലസ് ഇവിടെ 4/60. 1/10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 into 1/10 1/10 തന്നെ 4/6 into 4/60 അല്ലെങ്കിൽ വേണം റെഡ്യൂസ് ചെയ്തിട്ട് 2/30 എന്ന് എഴുതാം. തൽക്കാലം എഴുതുന്നില്ല. എന്നിട്ട് ഈ 1/10 ഇപ്പുറത്തുണ്ട് വരുന്നത്. 1/6 മൈനസ് 1/10 ഈക്വൽ ടു ആ 10 വരുന്നത് നമുക്ക് എഴുതിയാലേ കാര്യമുള്ളൂ കേട്ടോ. ഈക്വൽ ടു 4/60. ഇപ്പൊ 4നെ അപേക്ഷിച്ച് 60 വലിയൊരു ഫ്രാക്ഷൻ ആണ്. ഇത് 0 എടുത്ത് നിൽക്കും. അപ്പൊ നമുക്ക് ആദ്യം എഴുതാം 1/6 മൈനസ് 1/10 ഈക്വൽ ടു 4/60. അതവിടെ നിൽക്കട്ടെ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഇതേ വാല്യൂ 1/6ന് 100 വെച്ച് നോക്കാം. അപ്പോ 1/6 ഈക്വൽ ടു ഇപ്പൊ എങ്ങനെ എഴുതും? 100/6 ഇൻറ്റു 1/100. ഇപ്പൊ 100ഉം 100ഉം ക്യാൻസൽ ചെയ്ത് 1/6 തന്നെ കിട്ടും. 100/6 എത്രയാണെന്ന് നോക്കാം. 100നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 100/6 എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കി എത്ര കിട്ടും? 1 6 റിമൈൻഡർ 4 40ക്കകത്ത് 6 ടൈംസ് 36 റിമൈൻഡർ 4. ഓക്കെ ആണോ? അപ്പോ എങ്ങനെ എഴുതും ചെയ്യുമ്പോഴാ ഇവിടെ 16 പ്ലസ് 4/6 ഇൻറ്റു 1/100. അപ്പൊ എത്ര കിട്ടും? 16/100 പ്ലസ് 4/6 ആണ്. എളുപ്പമല്ലേ? ഇതിനെയും കൂടി ഇങ്ങ് മാറ്റി. അപ്പൊ 1/6 മൈനസ് 16/100 ഈക്വൽ ടു 4/600. ഇപ്പൊ 4നേക്കാൾ കുറച്ചുകൂടെ വലുതായി 600 എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ 0 എടുത്തു. അപ്പൊ അടുത്തത് 1/6 മൈനസ് 16/100 ഈക്വൽ ടു 4/600. ഓക്കെ ആണോ? അടുത്ത നമ്മൾ വീണ്ടും ചെയ്യുന്നു. 1/6 നമ്മൾ 1000 ടൈമിലേക്ക് മാറ്റി. ഓക്കെ, ഇപ്പൊ ഇവിടെ ആദ്യം മറ്റേടത്തെല്ലാം 1 ആയിരുന്നു. ഇപ്പൊ 1 6 ആയി. അപ്പൊ അവിടെ ചെറിയൊരു മാറ്റമുണ്ട്. അപ്പൊ നമുക്കൊരു 10,000 വരെ ഒന്ന് ചെയ്ത് നോക്കണം. അടുത്താണെങ്കിലോ 1/6 ഈക്വൽ ടു 1000 ആണ് ചെയ്യുന്നത്. 1000/6 ഇൻറ്റു 1/1000. അപ്പൊ 1000 ഡിവൈഡ് ചെയ്യുന്നെങ്കിൽ ഇവിടെ തന്നെ ചെയ്താൽ പോരെ. അപ്പൊ 40 വരും. വീണ്ടും 6 36 റിമൈൻഡർ 4. ഇവിടെ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാൻ മാറി. ഇനിയിപ്പോ 4 വരും. 0. ശരിക്കും നമ്മൾ ചെയ്യുകയാണെങ്കിൽ 0.1666 എന്ന് കിട്ടും. ഓട്ടെ, അപ്പൊ നമ്മൾ ഈ മെത്തേഡ് ചെയ്യുകയാണ്. അപ്പൊ എത്ര കിട്ടും? 166 പ്ലസ് 4/6 ഇൻറ്റു 1/1000. ഓക്കെ, എത്ര കിട്ടും? 166/1000 പ്ലസ് 4/6000. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത് 1/6ന്റെ വാല്യൂ ആണ്. ഇതിനെ കൂടി ഇപ്പുറത്ത് കൊണ്ടുവന്ന് 1/6 മൈനസ് 166/1000 ഈക്വൽ ടു 4/6000. ഓക്കെ ആണോ? ഇത് അങ്ങോട്ട് എഴുതുന്നു. അപ്പൊ 1/6 മൈനസ് 166/1000 ഈക്വൽ ടു 4/6000. ഓക്കെ, ഇപ്പൊ അടുത്താണെങ്കിലോ അടുത്ത കേസ് നമ്മള് ഇതേ രീതി നോക്കുകയാണെങ്കിൽ ഇത് മാറിയിട്ട് എങ്ങനെ വരും? 10,000 ആക്കണം അല്ലെ? 10,000 ആക്കുമ്പോൾ ഇവിടെ ഒരു 0 കൂടെ വരും. ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്താൽ മതി. അപ്പോ ഇവിടെ 40 36 റിമൈൻഡർ 4 എന്നുള്ള രീതി വരും. അപ്പോൾ ഇതെന്ത് വരും? അപ്പോ ഇതിന്റെ ആൻസർ എന്ന് വെച്ചാൽ ചെറിയ വേരിയേഷൻ ഇവിടെ തന്നെ മാറ്റിയാൽ മതിയല്ലോ. 166 4/6. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? ഇങ്ങനെ കിട്ടും. ഓരോ സീറോസും കൂടെ എക്സ്ട്രാ വരും എന്നുള്ളതേ ഉള്ളൂ. മാറ്റമൊന്നുമില്ല. ഇതിനകത്ത് തന്നെ ചെറിയ മാറ്റം വരുത്താനുള്ളതേ ഉള്ളൂ. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങളാണ്. ഇതിനകത്ത് തന്നെ മാറ്റി. കാര്യം ഒരു പാറ്റേൺ പോലെ വരുമ്പോൾ പിന്നെ വളരെ എളുപ്പമാണ്. അപ്പൊ ഈ ലാസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? റെപ്പറ്റീഷൻ വരുന്നിടത്ത് പിന്നെ നിങ്ങൾ അങ്ങ് നിർത്തിക്കോ, കുഴപ്പമൊന്നുമില്ല. കാര്യം അതുപോലെ ആയിരിക്കും പിന്നെ വരുന്നത്. അപ്പൊ 1/6 മൈനസ് 1666 ഡിവൈഡ് ബൈ 10,000 ഈക്വൽ ടു 4/60,000. ഓക്കെ ആണോ? ഇപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നോക്കിയേ. 4/60 4/600 4/6000 4/60,000 തുടങ്ങിയ വാല്യൂസ് എല്ലാം സീറോസിനോട് അടുത്തോണ്ട് നിൽക്കുക. ഇത് 0 ആകണമെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആവണ്ടേ? അപ്പൊ ഇത് കുറച്ചും കൂടെ 0 അടുത്തിരിക്കുന്ന വാല്യൂ ഇതാണ്. അപ്പൊ കുറച്ചും കൂടെ 1/6 അടുത്ത വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. എന്ന് വെച്ചാൽ ഇതിന്റെ വാല്യൂസ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? 1/6 അടുത്ത് നിൽക്കുകയാണ്. അപ്പൊ ഇതിനെ ഒന്ന് ഫ്രാക്ഷൻ ആക്കിയാൽ മതി. അവിടെ നിൽക്കുകയല്ല, ഇത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. 0 അടുക്കുന്നതേ ഉള്ളൂ. ഇത് അങ്ങോട്ട് പോകുന്നവർ മാക്സിമം 0 എടുക്കും. അപ്പൊ ഇത് മാക്സിമം 1/6 ഈ വാല്യൂ എടുത്തോണ്ടിരിക്കും.
അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം 1/6 ഇതിന്റെ ഡെസിമൽ ഫോം എങ്ങനെ കിട്ടും 0.1666 എക്സെട്ര എന്ന് പോകും. ഓക്കെ, ഇതാണ് 1/6 വാല്യൂ. പിടി കിട്ടുന്നുണ്ടോ? ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം കൂടെ നോക്കാം. ഇത് എല്ലാം ഇതേ മെത്തേഡ് തന്നെയാണ്, വലിയ മാറ്റങ്ങളൊന്നുമില്ല. നമുക്ക് കൂടുതൽ പഠിക്കാനുള്ള ഇതേ കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഒരെണ്ണം കൂടെ നോക്കാം. ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത് 3/11. ഇതിന് ചെറിയ വേരിയേഷൻ ഉണ്ട്, കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്. 3/11 ആണ്. ആ 3/11 ഞാൻ എങ്ങനെ എഴുതും? ആദ്യം അപ്പൊ നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ ഇതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × 10 30 അല്ലെ, 30/11. വാല്യൂ ചേഞ്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/10. അപ്പൊ നോക്കിയേ, ഈ 0 0 ക്യാൻസൽ ചെയ്താൽ എന്ത് തന്നെ കിട്ടും? ഇതിന് തുല്യമായിട്ടുള്ള വാല്യൂ തന്നെ എഴുതണം കേട്ടോ. അപ്പൊ എന്ത് കിട്ടും? ബാക്കി എല്ലായിടത്തും ന്യൂമറേറ്റർ 1 ആയതുകൊണ്ട് നമുക്ക് വലിയ ചേഞ്ച് ഇല്ലാത്തത്. ഇവിടെ 3 ആയിരുന്നു. അപ്പൊ ആദ്യം ഇതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 10 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നോക്കിയേ എത്ര കിട്ടി? 30/11 × 1/10. ആ 30/11 ഒന്ന് ചെയ്യുക. 30 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 2 × 22 റിമൈൻഡർ 8. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2 + 8/11 × 1/10. ഓക്കെ ആണോ? അപ്പോ ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യുക. 2/10 + 8/11 × 10 എന്ന് പറയുമ്പോൾ 110. ഓക്കെ ആണോ? ഓക്കെ, ഇപ്പോ അടുത്ത സ്റ്റെപ്പിൽ എന്ത് എഴുതും? 3/11 - 2/10 = 8/110. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? ഇവിടെയാണെങ്കിൽ 3/11 - 2/10. ഇത് നമുക്കൊന്ന് എല്ലാം കൂടെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 2/10 = 8/110. 8നേക്കാൾ വലിയ നമ്പറാണ് 110. ഓക്കെ, അപ്പം അതിന് മാറി മാറി വരും. നമുക്ക് ഇവിടെ തന്നെ ഈ ചേഞ്ച് ഒന്ന് വരച്ച് നോക്കാം. അടുത്തത് 100 ആവുമ്പോൾ ഇത് 100 ആവും. അപ്പൊ ഇവിടെ 300 ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് 80 എന്ന് വരും. ഫസ്റ്റ് സ്റ്റെപ്പ് ഒക്കെ അത് തന്നെ 80. ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നോക്കണ്ട. 80ക്കകത്ത് 7 ടൈംസ് ആണ്. അപ്പോ 77 റിമൈൻഡർ 3. വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്ത് 2727 എന്ന് വരും. എളുപ്പം കിട്ടുന്നതാ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ചെയ്യുമ്പോ എങ്ങനെ കിട്ടും? ഇവിടെ ആണെങ്കിൽ 27 പ്ലസ് മാറ്റം വരുന്നുണ്ട് ഇവിടെ കേട്ടോ. ഇത് നമുക്ക് മാറ്റേണ്ടി വരും, കാര്യം ഒരു നമ്പർ അല്ല വരുന്നത്. അപ്പൊ ഇവിടെ 27 പ്ലസ് 3/11 × 1/100 എന്ന് വരും. 100 വെച്ചാ ചെയ്യുന്നെങ്കിൽ അപ്പൊ എത്ര കിട്ടും? 27/100 പ്ലസ് 3/1100 1100 എന്ന് കിട്ടും. പത്ത് വന്നു കഴിഞ്ഞാൽ 3/11 മൈനസ് 27/100 ഈക്വൽ ടു 3/1100 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ആ സ്റ്റെപ്പ് ഇങ്ങോട്ടൊന്ന് കാണിക്കാം. 3/11 മൈനസ് 27/100 ഈക്വൽ ടു 3/1100. ഓക്കെ, വീണ്ടും അടുത്തത് നമ്മൾ 1000ലേക്ക് പോകുന്നു. അപ്പോ ഈ സ്റ്റെപ്പിലേക്ക് നമ്മള് 1000 സ്റ്റെപ്പിലേക്ക് വരികയാണെങ്കിൽ എന്ത് കിട്ടും? 3000/11 × 1/1000. ഓക്കെ, അപ്പോഴല്ലേ ഇത് തന്നെ കിട്ടത്തുള്ളൂ. ഇനി 3000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴോ ഒരു സീറോസും കൂടെ ചെയ്യും. 30ക്ക് എത്ര ആണെയാ? 2 × 22 റിമൈൻഡർ 8. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 272 പ്ലസ് 8/11 × 1/1000. ഓക്കെ ആണോ? മൾട്ടിപ്ലൈ ചെയ്യുന്നു. 272/1000 പ്ലസ് 8/1100. ഓക്കെ, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 311 മൈനസ് 272/1000 ഈക്വൽ ടു 8/1100. ഓക്കെ ആണോ? ഈ സ്റ്റെപ്പ് കൂടെ ഒന്ന് എഴുതുന്നു. അപ്പൊ 3/11 മൈനസ് 272/1000 ഈക്വൽ ടു 8/1100. ഓക്കെ ആണല്ലോ. ഒരു സ്റ്റെപ്പും കൂടെ നമുക്കൊന്ന് ചെയ്യാം. 10,000 കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ കുറച്ചുകൂടെ ക്ലാരിറ്റി വരത്തുള്ളൂ. 10,000 കൂടെ ആവുമ്പോ എങ്ങനെ വരുന്നു? അപ്പൊ ഇവിടെ 10,000 30,000 × 1/10,000. അപ്പോൾ 30,000 ഡിവൈഡ് ചെയ്യുമ്പോൾ വീണ്ടും 80 വരും. 80ക്കകത്ത് 7 ടൈംസ് 77 റിമൈൻഡർ 3. അപ്പൊ എങ്ങനെ എഴുതുന്നത്? 2727 അല്ലെ, 2727 പ്ലസ് 3/77
11 into 1/10,000. ഓക്കെ, എന്ത് കിട്ടും? 2727 ഡിവൈഡ് ബൈ 10,000 പ്ലസ് 3/11, 4 zeros അല്ലെ? ഇപ്പുറത്ത് വരുമ്പോ അതായത് 3/11 വാല്യൂ വരുന്നത് ഇപ്പുറത്ത് വരുമ്പോ 3/11 മൈനസ് 2727 ബൈ 10,000 is equal to 3/11. 1,01,000 അല്ലെ? ഓക്കെ, അപ്പൊ ഇവിടെയും വരുന്നത് ഇതാണ് 3/11 മൈനസ് 2727 ബൈ 10,000 ഈക്വൽ ടു 3/11, 4 zeros. ഓക്കെ, അപ്പൊ തൽക്കാലം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. എന്തെങ്കിലും ചെയ്തു പോവാണെങ്കിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം. പക്ഷെ ഇവിടെ വെച്ച് നമുക്ക് ഏറെക്കൊരു ഐഡിയ കിട്ടുന്നുണ്ട്. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? 8/110, അതുപോലെ 3/1100, അതുപോലെ 8/11,000, അതുപോലെ 3/1,10,000. ഇതൊക്കെ ശരിക്കും ഡിനോമിനേറ്റർ വലുതായി വരും തോറും ഇതിന്റെ വാല്യൂസ് എന്ത് ചെയ്യാണ്? സീറോസിനോട് വീണ്ടും വീണ്ടും അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എത്രത്തോളം സീറോസിന് അടുക്കുന്നോ അത്രത്തോളം ഈ ഫ്രാക്ഷൻ 3/, കാര്യം ഇവിടെ എല്ലാം 3/11 കോമൺ ആണ്. ഇത് സീറോസിനോട് അടുക്കാന്ന് വെച്ചാൽ ഈ രണ്ടാമത്തെ ഫ്രാക്ഷൻ 3/11 അടുക്കാന്നതിന്റെ അർത്ഥം. അപ്പൊ ഇതിന്റെ വാല്യൂ വെച്ച് അപ്രോക്സിമേറ്റ് ഒക്കെ നമുക്ക് എന്ത് കിട്ടും? 2727 ബൈ 10,000 തുല്യമായിട്ട് അത് ഇങ്ങനെ കണ്ടിന്യൂ. ഇനി അടുത്ത് വീണ്ടും 2 വരും, പിന്നെ വീണ്ടും 7 വരും, വീണ്ടും 2 വരും. അപ്രോക്സിമേറ്റ് നമുക്ക് ഇങ്ങനെ എഴുതാം: 3/11 ഈക്വൽ ടു 0.2727 എക്സെട്ര എന്നിങ്ങനെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും സ്റ്റെപ്പ് ചെയ്തിട്ടാണ് ഇത് ചെയ്തത്. എന്നാൽ ഇതേ ചോദ്യം നമ്മൾ ഡിവിഷൻ മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ ഈ ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടുമായിരുന്നു. ഇപ്പൊ 3/11 നമ്മൾ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാ ചെയ്യുന്നത്? 3-ക്കകത്തില്ല, 0 ടൈംസ് ആണ് 0, റിമൈൻഡർ 3. ഡെസിമൽ കണ്ട് കുറെ സീറോസ് ഇട്ട് കൊടുക്കാം. 30-ക്കകത്ത് എത്ര തവണയാ? 2 ടൈംസ് എത്ര കിട്ടും? 22, റിമൈൻഡർ 8. ഇതൊക്കെ ഓൾറെഡി നമ്മൾ ചെയ്യുന്നുണ്ട് അവിടെ ഡിവിഷന് വേണ്ടിയിട്ട്. 80-ക്കകത്ത് എത്രയാ? 7 ടൈംസ് 77, റിമൈൻഡർ 3. 30-ക്കകത്ത് വീണ്ടും 2 ടൈംസ് എത്ര കിട്ടും? 22, റിമൈൻഡർ 7, വീണ്ടും 7, റിമൈൻഡർ 8, വീണ്ടും 7, 77. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പൊക്കോണ്ടേയിരിക്കും. ഇപ്പൊ 2727 വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ? ലോങ് ഡിവിഷൻ മെത്തേഡും നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് കിട്ടിയ ആൻസർ കറക്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടെങ്കിലും ഇത് ഉപയോഗിക്കാം. അപ്പൊ പാറ്റേൺ വഴി നമ്മൾ ചെയ്യുന്ന രീതി ഇതാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ എങ്ങനെയാണ് ഡിനോമിനേറ്ററിനെ എന്ത് ചെയ്യുന്നുണ്ട്? 10ന്റെ പവേഴ്സ് ആക്കാൻ പറ്റാത്ത ഫ്രാക്ഷന്റെ ഡെസിമൽ വാല്യൂയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ഓക്കെ, ഇന്ന് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇതിന് തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത ദിവസം കാണാം. ഓക്കെ, താങ്ക് യു.